ഇതാണ് മക്കളെ കിൻഡൽ വാഴ. കിൻഡൽ വാഴ കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു വാഴ കൃഷി കിൻഡൽ വാഴയോടാണ് കൂടുതൽ താല്പര്യം. കാരണം എന്താണെന്നറിയോ? കൃഷി ചെയ്താൽ ഒരിക്കലും നഷ്ടമാകില്ല. കിൻഡൽ വാഴൻ്റെ പ്രത്യേകതകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരു കുലയിൽ തന്നെ ഏകദേശം 100 കണക്കിന് കായകൾ കിൻഡൽ വാഴയിലുണ്ടാവും കേട്ടോ. അത്യാവശ്യം വലുപ്പം വെക്കുന്ന ഒരു വാഴയാണ് കിൻഡൽ വാഴ. കിൻഡൽ വാഴയിലെ തൂക്കം ഏകദേശം ഒരു 30-35-40ൻ്റെ ഉള്ളിലൊക്കെ തൂക്കം വരുന്ന വാഴ കുലകൾ ഈ കിൻഡൽ വാഴയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഏകദേശം ഇപ്പോൾ ഇവിടെ ആകെ ഒരു 5-6 തൈകളാണ് ഇവിടെ ഉള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് നമ്മളെ കന്നുകളൊക്കെ നമ്മളെ കയ്യിൽ ഒരുപാട് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു പരിചരണം എന്ന് പറയുന്നത് സാധാ വാഴ പോലൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഈ വാഴ കുലക്കുന്ന സമയത്ത്, കുല കുറച്ച് കനം തൂങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഒരു മുട്ട് കൊടുക്കണം. അത് കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ കയറ് കൊണ്ടോ ഇത് കെട്ടിയിരുന്നില്ലെങ്കിൽ കാറ്റിന് നമ്മുടെ വാഴക്കുലകൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നതൊക്കെ വാഴ കന്നുകളാട്ടാ. ഇതൊക്കെ ഇനി ഈ കുലച്ച വാഴ വെട്ടുമ്പോൾ നമുക്ക് പറിക്കാനുള്ള കന്നുകളാണ്. ഒരുപാട് കന്നുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കന്നുകൾ ഇത് നമുക്ക് ആകെ ഒരു കന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളെ അയൽവാസിയിൽ നിന്ന് കൊടുന്നു വെച്ച ഒരു കന്ന കൊണ്ട് ഉണ്ടാക്കിയ തൈകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ മാർക്കറ്റുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ കന്നുകൾ, നല്ല മികച്ച കന്നുകളൊക്കെ. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വാഴക്കൃഷിയിൽ നമുക്ക് നല്ല ഒരു വിളവ് നൽകുന്ന കിൻഡൽ വാഴ എന്ന ഇനത്തിൽപ്പെട്ട വാഴയാണ് ഈ കാണുന്നതെല്ലാം. സാധാരണ വാഴ നടുമ്പോഴത്തെ തന്നെ നമ്മൾ നടേണ്ടത് നല്ല പരിചരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പഴയ തോലിയൊക്കെ ഉണ്ടാവും, തൊലി അതുപോലെ അതൊക്കെ എടുത്തു കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് പുഴുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇടവളമായിട്ട് ഇടയ്ക്കൊക്കെ വളങ്ങളൊക്കെ ചേർത്ത് ജൈവ കൃഷിയാണ് നമ്മളെ കൃഷി. പിന്നെ നമുക്ക് വേനൽക്കാലം ആയത് കൊണ്ട് തന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വാഴ ഒക്കെ വെക്കുന്നത് നല്ല ഒരു ടൈം ടേബിൾ അനുസരിച്ച് വെക്കുക. വേനൽക്കാലം ആകുന്നതിന് മുന്നോടിയായി തന്നെ കൊല വെട്ടാൻ ഉള്ള രീതിയിലൊക്കെ. അതുപോലെ നമ്മൾ മാർക്കറ്റ് അനുസരിച്ച് വാഴ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ഓണം, വിഷു അങ്ങനത്തെ സമയത്ത് നമ്മളുടെ വാഴക്കുല ഏകദേശം പാകമാകുന്ന രീതിയിൽ നമുക്ക് കന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇതുപോലെ വേനൽ സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വെള്ളമില്ലാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. നല്ല നന ചെന്നാൽ തന്നെ നമുക്ക് നമ്മളെ വാഴയുടെ കന്ന് വളരുകയും അതുപോലെ നല്ല കുലകൾ, നല്ല കമ്പ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ചെറിയ ഒരു കൃഷി ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.